ഭദ്രകാളി ഭദ്രകാളി ഒഴിഞ്ഞു പോവില്ലേ? ഈ പന്തത്തിൽ ആവാഹിച്ച് ഈ പന്തം കൊണ്ട് തന്നെ ഞാൻ കൊള്ളിക്കും. നേരം വഴിക്കുക. ഈ മാടം പഠിക്കുന്നതോട് കളിക്കുന്നു. ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നത് സത്യം ചെയ്തിട്ട് പോ. ക്ഷമിക്കുമ്പോൾ ശങ്കര ഇവിടെ എടുത്തകത്ത് കിടത്തു. ഒറ്റതായിട്ട് പറ്റൂലാശാനെ, തടി കുറച്ച് മുറ്റിയടാ. ശങ്കര കൊണ്ടുപോകാമേ. ആരോരുമില്ലാത്ത പാവം കുറെ നാളായിട്ട് ഒരു ബാധവും കുറെ ആളുകളെ കാണിച്ചു, പക്ഷേ കാര്യം നടന്നില്ല. ഒടുവിൽ ഇവിടെ കൊണ്ടുപോകും. ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ഒരൊറ്റ പ്രയോഗം പ്രയോഗിച്ചു, കാര്യം സാധിച്ചു. നിങ്ങൾ വരുന്നതിന് സ്വല്പം മുമ്പാ തുടങ്ങിയത്. ചോദിച്ചട്ടെ, നിങ്ങൾ വന്ന കാര്യം? ഇതുപോലൊരു കാര്യം തന്നെയാ. ഈ സ്ത്രീക്കാണ്? അല്ല, ഇവൾക്കാ. ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. വെള്ളിയാഴ്ച തോറും ഒരു ഉപദ്രവം. വെള്ളിയാഴ്ച സമയം? ഈ ഉപദ്രവം ഉണ്ടാകുന്ന നേരം അർദ്ധരാത്രിയോട് അടുത്താണ്. വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച അർദ്ധരാത്രി. ഏകം ദ്വിതീയം തൃതീയം ചതുസ്രം പഞ്ചമം. സംശയിക്കണ്ട, അത് തന്നെ. ഏത്? യക്ഷി, വെള്ളിപ്പാല യക്ഷി. ഉപദ്രവം ഉണ്ടാകുമ്പോൾ പിച്ചിപ്പൂവിന്റെ പരിമളം പരക്കാറില്ലേ? ഇല്ല. ഉണ്ടാകണം. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ട. ശരി, വഴിയുണ്ടാക്കി കളയും. 100 രൂപ ഇങ്ങോട്ട് തരണം. മന്ത്രവാദത്തിന്റെ ഒരുക്കിന് വേണ്ടിയാ. 5 രൂപയെങ്കിലും തരണം. നീ പോടി. തലയിട്ടാട്ടിന് 5 രൂപയോ? 2 രൂപയ്ക്ക് ഈ തലയും ഉടനും എല്ലാം കൂടെ ഇട്ടാട്ടായി ഇഷ്ടം പോലെ ഇവിടുത്തെ പെണ്ണുങ്ങളെ കിട്ടും അറിയാമോ? എന്നാൽ പിന്നെ അവരെ അങ്ങോട്ട് വിളിക്കാഞ്ഞതെന്താ? കാലമാണ് എന്നെ ചത്ത ചവത്തിനെ പോലെ അല്ലയോ വലിച്ചടിച്ചത്. അതിന് തരണമല്ലോ 5 രൂപ. കിട്ടിയതുകൊണ്ട് പോവണേ, അല്ലെങ്കിൽ ഉള്ളതില്ലാതാകുവേ. ആഹാ, ഞാൻ അകത്തോട്ട് ചെന്ന് മന്ത്രവാദത്തിന്റെ പൂച്ച് വെളിച്ചത്താക്കിയാലേ വന്നവരുടെ അവരുടെ പാട്ടിന് അങ്ങോട്ട് പോകും. അത് വേണ്ടെങ്കിൽ 1 രൂപ കൊണ്ടുപോ. ഇനിയേ നിന്നെ വിളിച്ചേക്കാം കേട്ടാ. പിന്നെ ആര് വരും? നിങ്ങൾ പറയണവരെ പേതുള്ളാനും പടച്ചു വീഴാനും ഒക്കെ. കേട്ടാലേ എന്റെ പൈസ തിരിച്ചു കൊടുക്കാം. നിങ്ങൾ ആരാ? നിന്റെ പൂച്ച പുറത്താക്കാൻ വന്നവൻ. ഇവിടെ വേണോ നിന്റെ സ്ഥിരം പാതക്കാരി? ശങ്കര, ഞാൻ ഒന്നും പറഞ്ഞതല്ല. ഈ സാറ് ഞങ്ങൾ പറഞ്ഞതെല്ലാം വിളിച്ചെന്ന് കേട്ടോ. മോഹൻ, എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? അച്ഛനും അമ്മയും മകളുടെ രോഗം മാറ്റാൻ കണ്ടുപിടിച്ച മന്ത്രവാദി അസ്സൽ. അച്ഛാ, ഇവൻ ഇപ്പൊ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. പോലീസിനെ ഏൽപ്പിക്കും. ജീവിക്കാൻ മാർഗമില്ലായിട്ട് ഞങ്ങൾ ഈ വേഷം കെട്ടി. നിനക്ക് ബസ് സ്റ്റാൻഡിൽ ചുമടെടുപ്പായിരുന്നില്ല? സ്ഥിരം ബസ് സ്റ്റാൻഡിൽ തന്നെയായിരുന്നു. ചുമടെടുപ്പോൾ ജീവിക്കാൻ മാർഗം ലേറ്റാണ്. ഇത് തുടങ്ങിയത് വിളിക്കണു. ഈശ്വര, മതിയായില്ല രണ്ടിനും. ഇനി റോഡിലിറങ്ങി തെണ്ടിക്കോണെ കഴുതുകളെ. ഒന്ന് ചുമ്മാ ഇരിയാശാനെ. എന്തോ ഈ നാട്ടിൽ മണ്ടന്മാരുടെ കാലം നമ്മൾ കണ്ടില്ല. ഞാൻ തോണ്ടിക്കൊണ്ടുവരാം ആന മണ്ടന്മാരെ. മന്ത്രവാദം കഴിഞ്ഞു, ഇനി ഭജന വിരിപ്പ. അമ്മേ, അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? ഈ കുരുട്ടുവിദ്യ കൊണ്ട് ഒന്നും മാറുന്നതല്ല മതിയുടെ സൂക്കേട്. നീ അങ്ങനൊന്നും പറയാതറ. ചോറ്റാനിക്കരെ പോയി 10 വരുന്ന മാറുമെന്ന സകലരും പറയുന്നത്. അമ്മേ, രോഗം പിടിപെട്ടാൽ കൊണ്ടുപോകേണ്ടത് ആശുപത്രിയിലേക്കാ, അമ്പലത്തിലേക്കല്ല. നിനക്ക് ഈശ്വരവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നീ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, അന്ധവിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അമ്മേ, മനുഷ്യൻ ചന്ദ്രനിൽ ചെന്നിറങ്ങി ഈ 20-ാം നൂറ്റാണ്ടിലും അമ്പലത്തിൽ പോയി ഭജന വരുന്ന രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ വിഡ്ഢിത്തം. ഞാൻ പറഞ്ഞു കേൾക്കും. മല്ലിക നാളെ തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടു. വേണ്ട വേണ്ട, എന്റെ മോളെ അങ്ങോട്ടൊന്നും കൊണ്ടുപോകണ്ട. പിന്നെയും പഴയ പല്ലവി തന്നെ.
അമ്മേ, ഈ രോഗം ആരംഭിച്ചപ്പോൾ തന്നെ ചികിത്സിക്കാതിരുന്നതാണ് തെറ്റ്. നീയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ. നീ എന്തൊക്കെ പറഞ്ഞാലും പ്രാന്താശുപത്രിയിലേക്ക് എന്റെ മോളെ ഞാൻ അയക്കത്തില്ല. അവിടെ പോയാൽ എന്റെ മോള് മുഴുപ്രാന്തിയാകും. ഈ അമ്മയെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കാനാ? അച്ഛനെന്തോന്നും മിണ്ടാത്തത്? ഇനിയെങ്കിലും മല്ലിയെ ശരിക്ക് ചികിത്സിപ്പിച്ചില്ലെങ്കിൽ കാര്യം കുഴപ്പത്തിലാകും. ഇത് ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ പറയാൻ തുടങ്ങിയതാണ് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്ന്. അമ്മ ആരും അത് കേട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ മാറിക്കൊള്ളുമെന്ന് ആരോ പറഞ്ഞു വിശ്വസിച്ച് കല്യാണം നടത്തി. എന്നിട്ട് എന്തായി? അവളിതാ കണ്ണീരും കൈയുമായി മടങ്ങി വന്നു. ഇനിയും ഭജനം പാത്തും വഴിപാട് കഴിച്ചും കാലം കളഞ്ഞാൽ അവളുടെ ജന്മം പാഴായി പോകും. പറഞ്ഞേക്കാം. ഇതിനേക്കാൾ എത്രയോ കൂടിയ രോഗങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാറിയിട്ടുണ്ടെന്നാ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, എനിക്കതിന് വിശ്വാസവുമില്ല. ആ തിരുനടയ്ക്ക് നേരെ നിന്ന് അമ്മേ നാരായണ എന്ന് മനംനൊന്ന് വിളിച്ചാൽ ഏത് മാറാത്ത രോഗവും മാറുമെന്നാണ് പറയുന്നത്. അമ്മയെപ്പോലുള്ള കുറെ പെണ്ണുങ്ങൾ വിശ്വസിച്ചെന്ന് വരും. ബുദ്ധിയുള്ളവരാരും അത് നിർത്തറ. അവന്റെ ഒരു ബുദ്ധി. എടാ, അവിടെ പോകുന്നവരെല്ലാരും മടയന്മാരാണെന്നാണോ നിന്റെ വിചാരം? നിന്നേക്കാൾ നിലയും വിലയുമുള്ള എത്രായിരം പേരാണ് നിത്യവും അവിടെ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് നിനക്കറിയാമോ? മതി മതി, നിങ്ങൾ അമ്മയും മകനും തമ്മിൽ തർക്കിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ തർക്കിക്കുകയല്ല, മല്ലിയുടെ അസുഖം മാറ്റാനുള്ള മാർഗം പറഞ്ഞതാ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. അമ്മ പറഞ്ഞ മാർഗം ബുദ്ധിക്ക് നിരക്കുന്നതല്ല. നീ പോടാ നിന്റെ ബുദ്ധിയും കൊണ്ട്. ബുദ്ധിയേക്കാൾ വലുതാടാ വിശ്വാസം. അതുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും. ശരി മോഹൻ, നിന്റെ അമ്മയ്ക്ക് ഇത്ര വിശ്വാസമാണെങ്കിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കും. ഞാനില്ല. നിന്നെ ആര് വിളിച്ചു? ഞാനും എന്റെ മോളും കൂടെ പോയി. ഞാനും വരാം. പക്ഷെ ഒരു കാര്യം, അവിടെ പോയി 10-15 ദിവസം ഭജന വരുന്നതിന് ശേഷവും മല്ലികയുടെ അസുഖത്തിന് കുറവുണ്ടായില്ലെങ്കിൽ മടങ്ങി വന്ന് മോഹന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ചികിത്സ നടത്തും. എന്താ? എന്റെ ചോറ്റാനിക്കര അമ്മ ഒരിക്കലും അത് ഇടയാക്കുകയില്ല. കണിച്ചമാ. എങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് പോകാം. എന്താ മോഹൻ? നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നാളെ വൈകുന്നേരം ദീപാരാധന തൊടാൻ അവിടെ. നിങ്ങൾ ഇവിടെ വന്നത് മഹാഭാഗ്യമായി. ഇനി അസുഖം മാറിയതായി നനച്ചോ. അത്രയ്ക്ക് നിശ്ചയമാണോ സ്വാമി? സംശയം എന്താ? സാക്ഷാൽ രാജരാജേശ്വരിയുടെ തിരുസന്നിധിയിലെത്തിയാൽ തീരാത്ത രോഗമുണ്ട്. മാറാരോഗവുമായി ഇവിടെ വന്നിട്ടുള്ളവർ പോലും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മാത്രമേ മടങ്ങിയിട്ടുള്ളൂ. വിശ്വജന്യായ സാക്ഷാൽ ലക്ഷ്മീദേവി ഭഗവാൻ നാരായണനും ഒന്നിച്ച് കുടികൊള്ളുന്ന ഈ പ്രദേശം സർവദുഃഖഹരമെന്ന് പ്രസിദ്ധമല്ലേ? ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാൻ മോഹമുണ്ട് സ്വാമി. ഈ പുണ്യക്ഷേത്രത്തിന്റെ പുരാവൃത്തത്തിന് കുഷാന്തരങ്ങളുടെ പഴക്കം. പണ്ട് കലികാലാരംഭത്തിൽ പല ദുർനിമിത്തങ്ങളും കണ്ട് ഭീതരായ ഈ നാട്ടിലെ ജനങ്ങൾ ആപത്ശാന്തിക്കു വേണ്ടി ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചു.